വിഷുഫലം. മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഗോചരം: ശനി 12-ാം ഭാവത്തിൽ, വ്യാഴം ജൂൺ 2 വരെ 3-ാം ഭാവത്തിൽ, ശേഷം 4-ാം ഭാവത്തിൽ. തൊഴിൽ: വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ യാത്രകളും സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയങ്ങളും വർദ്ധിക്കും. എന്നാൽ ശനിയുടെ 12-ാം ഭാവത്തിലെ സ്ഥിതി കാരണം ജോലിയിൽ സമ്മർദ്ദവും ചില അനാവശ്യ ചെലവുകളും ഉണ്ടാവാം. 2-ാം പകുതിയിൽ വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വരുന്നത് ജോലിസ്ഥലത്ത് സുഖകരമായ അന്തരീക്ഷം കൊണ്ടുവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കൂടുതൽ ഗവേഷണം ആവശ്യമാണ്. ബന്ധങ്ങൾ: കുടുംബപരമായ കാര്യങ്ങൾക്ക് വർഷത്തിൻ്റെ 2-ാം പകുതി നല്ലതാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പ്രണയബന്ധങ്ങളിൽ ജൂൺ മാസം വരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം, ശ്രദ്ധിക്കുക. ധനം: 12-ാം ഭാവത്തിലെ ശനി കാരണം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. വിദേശ ബന്ധങ്ങളിലൂടെ ധനം ലഭിക്കാൻ സാധ്യത കാണുന്നു. ജൂണിന് ശേഷം ചില ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള അവസരം ഉണ്ടാവും. ആരോഗ്യം: ചെലവിൻ്റെ ഭാവത്തിലെ ശനി കാരണം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ യാത്രകളും ചിന്തകളും ഒഴിവാക്കുക. യോഗ പോലെയുള്ള വ്യായാമങ്ങൾ മുടക്കാതെ ചെയ്യുന്നത് ഗുണം ചെയ്യും. ഈ വർഷം 60% ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നു. ഇടവൻ രാശി. കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം അര. ഗോചരം: ശനി 11-ാം ഭാവത്തിൽ, വ്യാഴം ജൂൺ 2 വരെ 2-ാം ഭാവത്തിൽ, പിന്നീട് 3-ാം ഭാവത്തിൽ. തൊഴിൽ: 11-ാം ഭാവത്തിലെ ശനിസ്ഥിതി വളരെ അനുകൂലമാണ്. കഠിനാധ്വാനത്തിന് അർഹിച്ച പ്രതിഫലം ലഭിക്കും. പുതിയ ജോലിക്കുള്ള അവസരങ്ങളോ പ്രമോഷനോ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കും. വർഷാവസാനം സഹപ്രവർത്തകരിൽ നിന്നും നല്ല സഹായം ലഭിക്കും. ബന്ധങ്ങൾ: വ്യാഴൻ 2-ാം ഭാവത്തിലുള്ളത് കാരണം വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. 2-ാം പകുതിയിൽ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. ധനം: സാമ്പത്തികമായി വളരെ നല്ല വർഷമാണിത്. ശനി ലാഭഭാവത്തിൽ നിൽക്കുന്നതിനാൽ വരുമാനം സ്ഥിരമായി വർദ്ധിക്കും. മുൻപ് ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാവാം. ചെലവുകൾ നിയന്ത്രിക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക പുരോഗതി നേടാം. ആരോഗ്യം: പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. മാനസികാരോഗ്യം മെച്ചപ്പെടും. ദീർഘദൂര യാത്രകളിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഈ വർഷം 85% ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നു. മിഥുനൻ രാശി. മകയിരം അര, തിരുവാതിര, പുണർദം മുക്കാല്. ഗോചരം: ശനി 10-ാം ഭാവത്തിൽ, വ്യാഴം ജൂൺ 2 വരെ 1-ാം ഭാവത്തിൽ, ശേഷം 2-ാം ഭാവത്തിൽ. തൊഴിൽ: ശനി 10-ാം ഭാവത്തിൽ നിൽക്കുന്നത് ജോലിയിൽ കഠിനാധ്വാനം ആവശ്യപ്പെടും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. എങ്കിലും ഈ പരിശ്രമങ്ങൾ ഭാവിയിൽ നല്ല ഫലം നൽകും. ജൂണിന് ശേഷം വ്യാഴൻ 2-ാം ഭാവത്തിൽ വരുന്നത് സാമ്പത്തികമായ പിന്തുണ നൽകുകയും ജോലിസ്ഥലത്തെ സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവാം. ബന്ധങ്ങൾ: വ്യാഴൻ 2-ാം ഭാവത്തിലേക്ക് മാറുന്നത് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷവും ഐക്യവും നൽകും. കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വർഷത്തിൻ്റെ 2-ാം പകുതി അനുകൂലമാണ്. ധനം: വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെലവുകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടും. എന്നാൽ ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ ഗോചരം കാരണം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും. ആരോഗ്യം: ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ കാരണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ശരിയായ വിശ്രമം ഉറപ്പുവരുത്തുക. പതിവ് വ്യായാമം ഈ വർഷം അത്യാവശ്യമാണ്. ഈ വർഷം 70% ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗം കാണുന്നു. കർക്കിടകം രാശി. പുണർദം കാല്, പൂയം, ആയില്യം. ഗോചരം: ശനി 9-ാം ഭാവത്തിൽ, വ്യാഴം ജൂൺ 2 വരെ 12-ാം ഭാവത്തിൽ, ശേഷം 1-ാം ഭാവത്തിൽ. തൊഴിൽ: വർഷത്തിൻ്റെ ആദ്യ പകുതി സാമ്പത്തിക കാര്യങ്ങളിൽ അത്ര അനുകൂലമല്ല.
വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ട്. ജൂൺ 2 ശേഷം വ്യാഴം 1-ാം ഭാവത്തിലേക്ക് വരുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും തൊഴിലിൽ പുതിയ അവസരങ്ങൾ നൽകുകയും ചെയ്യും. 9-ാം ഭാവത്തിലെ ശനി ഉയർന്ന പഠനങ്ങൾക്കും ദീർഘദൂര യാത്രകൾക്കും അനുകൂലമാണ്. ബന്ധങ്ങൾ. ജൂണിന് ശേഷം വ്യക്തിബന്ധങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. വിവാഹം പോലുള്ള കാര്യങ്ങൾ ഫലം കാണും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തും. ധനം. ജൂൺ വരെ ചെലവുകൾ ഉയർന്നേക്കാം. നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുക. ജൂണിന് ശേഷം സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകും. ധനത്തിന്റെ ഒഴുക്ക് മെച്ചപ്പെടുകയും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യും. ആരോഗ്യം. വ്യാഴം 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ആദ്യ പകുതിയിൽ ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ജൂണിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടും. നല്ല ഭക്ഷണക്രമവും വ്യായാമവും നിർബന്ധമാക്കണം. ഈ വർഷം 67% ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നു. ചിങ്ങൻ രാശി. മകം, പൂരം, ഉത്രം, കാല്. ഗോചരം. ശനി 8-ാം ഭാവത്തിൽ. വ്യാഴം ജൂൺ 2 വരെ 11-ാം ഭാവത്തിൽ, ശേഷം 12-ാം ഭാവത്തിൽ. തൊഴിൽ. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 11-ാം ഭാവത്തിലെ വ്യാഴം കാരണം ആഗ്രഹങ്ങൾ സഫലമാകും. തൊഴിൽ മേഖലയിൽ അംഗീകാരം ലഭിക്കും. എന്നാൽ 8-ാം ഭാവത്തിലെ ശനി കാരണം ജോലിയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങളോ സമ്മർദ്ദങ്ങളോ ഉണ്ടായേക്കാം. ജൂണിന് ശേഷം വ്യാഴം 12-ാം ഭാവത്തിലേക്ക് വരുന്നത് വിദേശ തൊഴിലിനോ വിദേശ ബന്ധങ്ങളിലൂടെയുള്ള ലാഭത്തിനോ സാധ്യത നൽകുന്നു. ബന്ധങ്ങൾ. 8-ാം ഭാവത്തിലെ ശനിയും 5-ാം ഭാവത്തിലെ കേതുവും ബന്ധങ്ങളിൽ ചില അകൽച്ചകൾ വരുത്താൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി തുറന്ന സംഭാഷണം ആവശ്യമാണ്. അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങൾ ജൂൺ മാസത്തിന് മുമ്പ് തീരുമാനമെടുക്കാൻ ശ്രമിക്കുക. ധനം. ജൂൺ വരെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. ലാഭം വർദ്ധിക്കും. ജൂണിന് ശേഷം അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ചു മാത്രം ചെയ്യണം. ആരോഗ്യം. അഷ്ടമശനി ആരോഗ്യ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ആവശ്യപ്പെടുന്നു. പഴയ രോഗങ്ങൾ വീണ്ടും വരാതെ ശ്രദ്ധിക്കുക. ചിട്ടയായ ജീവിതശൈലി ഈ വർഷം വളരെ പ്രധാനമാണ്. ഈ വർഷം 57% ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗം കാണുന്നു. കന്നിരാശി. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര. ഗോചരം. ശനി 7-ാം ഭാവത്തിൽ. വ്യാഴം ജൂൺ 2 വരെ 10-ാം ഭാവത്തിൽ, ശേഷം 11-ാം ഭാവത്തിൽ. തൊഴിൽ. 10-ാം ഭാവത്തിലെ വ്യാഴം ജൂൺ വരെ തൊഴിലിൽ നല്ല അവസരങ്ങൾ നൽകും. കണ്ടകശനി കാരണം ജോലിയിൽ കഠിനാധ്വാനം, പുതിയ ചുമതലകൾ, സ്ഥലം മാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ജൂൺ മാസത്തിന് ശേഷം 11-ാം ഭാവത്തിലെ വ്യാഴം സാമ്പത്തിക നേട്ടങ്ങൾക്കും ആഗ്രഹ സഫലീകരണത്തിനും സഹായിക്കും. പുതിയ ബിസിനസ് പങ്കാളിത്തം ശ്രദ്ധിച്ചു മാത്രം തുടങ്ങുക. ബന്ധങ്ങൾ. 7-ാം ഭാവത്തിലെ കണ്ടകശനി ദാമ്പത്യ ബന്ധങ്ങളിൽ പരീക്ഷണം നൽകും. തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. തുറന്ന സംഭാഷണവും പങ്കാളിയോടുള്ള ആദരവും ഈ വർഷം വളരെ പ്രധാനമാണ്. ജൂണിന് ശേഷം ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. ധനം. വർഷത്തിന്റെ 2-ാം പകുതി സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. വരുമാനം വർദ്ധിക്കും. അപ്രതീക്ഷിത ലാഭത്തിനും സാധ്യതയുണ്ട്. ആരോഗ്യം. കണ്ടകശനി കാരണം ദഹന സംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. ഈ വർഷം 68% ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗം കാണുന്നു. തുലാൻ രാശി. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്. ഗോചരം. ശനി 6-ാം ഭാവത്തിൽ. വ്യാഴം ജൂൺ 2 വരെ 9-ാം ഭാവത്തിൽ, ശേഷം 10-ാം ഭാവത്തിൽ. തൊഴിൽ. 6-ാം ഭാവത്തിലെ ശനി തൊഴിലിൽ വിജയം നൽകും. എതിരാളികളെ അതിജീവിക്കാൻ കഴിയും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരം ലഭിക്കും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 9-ാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്യും. ജൂണിന് ശേഷം 10-ാം ഭാവത്തിലെ വ്യാഴം തൊഴിലിൽ പുരോഗതിയും പുതിയ ഉത്തരവാദിത്തങ്ങളും നൽകും. ബന്ധങ്ങൾ. ദീർഘദൂര യാത്രകളിലൂടെ ബന്ധങ്ങൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ പകുതി അനുകൂലമാണ്. ധനം. സാമ്പത്തിക സ്ഥിതി പൊതുവെ നല്ലതായിരിക്കും. കടങ്ങൾ തീർക്കാൻ കഴിയും. ജൂണിന് ശേഷം തൊഴിൽപരമായ നേട്ടങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകും. പുതിയ നിക്ഷേപങ്ങൾക്ക് നല്ല സമയമാണ്.
ആരോഗ്യം പൊതുവേ മെച്ചപ്പെട്ടതായിരിക്കും. ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും വേഗത്തിൽ സുഖം പ്രാപിക്കും. ചിട്ടയായ വ്യായാമം നല്ല ഫലം നൽകും. ഈ വർഷം 80% ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗം കാണുന്നു. വൃശ്ചികൻ രാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഗോചരം: ശനി 5-ാം ഭാവത്തിൽ, വ്യാഴൻ ജൂൺ 2 വരെ 8-ാം ഭാവത്തിൽ, ശേഷം 9-ാം ഭാവത്തിൽ. തൊഴിൽ: വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 8-ാം ഭാവത്തിലെ വ്യാഴം കാരണം ജോലിയിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. 5-ാം ഭാവത്തിലെ ശനി കഠിനാധ്വാനത്തിലൂടെ വിജയം നൽകും. ഗവേഷണ മേഖലയിലുള്ളവർക്ക് നല്ല വർഷമായിരിക്കും. ജൂണിന് ശേഷം 9-ാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യത്തിന്റെ പിന്തുണ വർദ്ധിപ്പിക്കുകയും തടസ്സങ്ങൾ നീക്കുകയും ചെയ്യും. ബന്ധങ്ങൾ: പ്രണയബന്ധങ്ങളിൽ ക്ഷമയോടെയുള്ള സമീപനം ആവശ്യമാണ്. കുട്ടികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. ജൂണിന് ശേഷം കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ധനം: ജൂൺ വരെ അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാവാം. ധനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ജൂണിന് ശേഷം 9-ാം ഭാവത്തിലെ വ്യാഴം കാരണം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ഭാഗ്യത്തിലൂടെ ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത്. അഷ്ടമവ്യാഴം കഴിഞ്ഞ് ഭാഗ്യവ്യാഴം വരുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തും. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ വർഷം 63% ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗം കാണുന്നു. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഗോചരം: ശനി 4-ാം ഭാവത്തിൽ, വ്യാഴം ജൂൺ 2 വരെ 7-ൽ, ശേഷം 8-ാം ഭാവത്തിൽ. തൊഴിൽ: വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 7-ാം ഭാവത്തിലെ വ്യാഴം ബിസിനസ് പങ്കാളിത്തത്തിന് അനുകൂലമാണ്. കണ്ടകശനി കാരണം ജോലിയിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ജോലി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രദ്ധിച്ച് മാത്രം തീരുമാനമെടുക്കണം. ജൂണിന് ശേഷം 8-ാം ഭാവത്തിലെ വ്യാഴം തൊഴിലിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ കൊണ്ടുവരും. ബന്ധങ്ങൾ: ജൂൺ വരെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. കണ്ടകശനി കാരണം വീട്ടിലെ അന്തരീക്ഷത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ജൂണിന് ശേഷം കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. ധനം: ആദ്യ പകുതിയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ജൂണിന് ശേഷം അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. നിക്ഷേപങ്ങളിൽ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക. ആരോഗ്യം: കണ്ടകശനിയും അഷ്ടമവ്യാഴവും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ ആവശ്യപ്പെടുന്നു. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. ഈ വർഷം 59% ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗം കാണുന്നു. മകരം രാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമാര. ഗോചരം: ശനി 3-ാം ഭാവത്തിൽ, വ്യാഴം ജൂൺ 2 വരെ 6-ാം ഭാവത്തിൽ, ശേഷം 7-ാം ഭാവത്തിൽ. തൊഴിൽ: 3-ാം ഭാവത്തിലെ ശനി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സഹായകമാകും. ജോലിയിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. ജൂണിന് ശേഷം 7-ാം ഭാവത്തിലെ വ്യാഴം ബിസിനസ്സിൽ ലാഭം വർദ്ധിപ്പിക്കും. എന്നാൽ ആദ്യ പകുതിയിൽ 6-ാം ഭാവത്തിലെ വ്യാഴം എതിരാളികളിൽ നിന്നുള്ള വെല്ലുവിളികൾ വർദ്ധിപ്പിക്കും. ബന്ധങ്ങൾ: വർഷത്തിന്റെ 2-ാം പകുതി ദാമ്പത്യ ജീവിതത്തിന് വളരെ അനുകൂലമാണ്. അവിവാഹിതർക്ക് വിവാഹ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ധനം: സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും. ദീർഘദൂര യാത്രകൾക്ക് പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ ഈ വർഷം നല്ല ഫലം നൽകും. ആരോഗ്യം: 6-ാം ഭാവത്തിലെ വ്യാഴം ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുകയും വ്യായാമം ചെയ്യുകയും വേണം. ഈ വർഷം 81% ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗം കാണുന്നു. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഗോചരം: ശനി 2-ാം ഭാവത്തിൽ, വ്യാഴം ജൂൺ 2 വരെ 5-ാം ഭാവത്തിൽ, ശേഷം 6-ാം ഭാവത്തിൽ. തൊഴിൽ: വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 5-ാം ഭാവത്തിലെ വ്യാഴം കാരണം സർഗാത്മകമായ ജോലികൾ ചെയ്യുന്നവർക്ക് നല്ല അവസരം ലഭിക്കും. 2-ാം ഭാവത്തിലെ ശനി ജോലിയിൽ സ്ഥിരത നൽകും. എങ്കിലും ദീർഘദൂര യാത്രകളിലൂടെയുള്ള ജോലികളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ജൂണിന് ശേഷം 6-ാം ഭാവത്തിലെ വ്യാഴം കാരണം
ജോലിസ്ഥലത്തെ എതിരാളികളുടെ വെല്ലുവിളികൾ ഉണ്ടാവാം. ബന്ധങ്ങൾ. ആദ്യ പകുതി പ്രണയബന്ധങ്ങൾക്ക് അനുകൂലമാണ്. കുട്ടികളുടെ കാര്യങ്ങളിൽ സന്തോഷം ഉണ്ടാകും. രണ്ടാം പകുതിയിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ ക്ഷമയോടെയുള്ള സമീപനം ആവശ്യമാണ്. ധനം. ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിൽ ധനം സമ്പാദിക്കാൻ കഴിയും. എങ്കിലും ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധനം സമ്പാദിക്കാൻ കഴിയും. എങ്കിലും കുടുംബപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ആരോഗ്യം. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഈ വർഷം 62% ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗം കാണുന്നു. മീനൻ രാശി. പൂരുരുട്ടാതി കാല്, ഉത്രട്ടാതി, രേവതി. ഗോചരം. ശനി 1-ാം ഭാവത്തിൽ, വ്യാഴം ജൂൺ 2 വരെ 4-ാം ഭാവത്തിൽ, ശേഷം 5-ാം ഭാവത്തിൽ. തൊഴിൽ. ജന്മരാശിയുടെ സ്വാധീനം കാരണം ജോലിയിൽ കൂടുതൽ സമ്മർദ്ദവും തടസ്സങ്ങളും ഉണ്ടാവാം. ക്ഷമയോടെയും സ്ഥിരതയോടെയും പ്രവർത്തിക്കുക. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 4-ാം ഭാവത്തിലെ വ്യാഴം ജോലിയിൽ സുഖകരമായ അന്തരീക്ഷം കൊണ്ടുവരും. ജൂണിന് ശേഷം 5-ാം ഭാവത്തിലെ വ്യാഴം പുതിയ ആശയങ്ങൾക്കും സർഗാത്മകതയ്ക്കും അവസരം നൽകും. ബന്ധങ്ങൾ. ആദ്യ പകുതിയിൽ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ജൂണിന് ശേഷം പ്രണയബന്ധങ്ങളിൽ സന്തോഷമുണ്ടാകും. കുട്ടികളുടെ കാര്യങ്ങളിൽ നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ധനം. ജന്മശനിയുടെ സ്വാധീനം കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുക. നിക്ഷേപങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുക. ആരോഗ്യം. ജന്മശനി കാരണം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. അലസത ഒഴിവാക്കുകയും യോഗ പോലുള്ളവ ശീലിക്കുകയും ചെയ്യുക. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. ഈ വർഷം 55% ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ യോഗം കാണുന്നു.